അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ബറക്കത്തുൽ ഹംദ് ഞാൻ ഇന്നലെ പറഞ്ഞു, ആ ക്ലാസ് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് പൊതുവെ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ്. ബറക്കത്തിന് പണവളപ്പ് കൂടുതലും പണം കൂടുതലും ബാങ്ക് ബാലൻസ് ഉണ്ടാവലല്ല ബറക്കത്ത്. നമ്മുടെ ആഖിറത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഫർളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫർള് നിസ്കാരം ഖളാവാതെ ജീവിക്കാൻ കഴിഞ്ഞു. റമദാന്റെ നോമ്പിന്റെ മുത്തൊന്നും കൊടുക്കാനില്ല. കട്ടതോ പലിശ വാങ്ങിയ പൈസയൊന്നുമില്ല. സക്കാത്തിന്റെ പൈസ കടുവില്ല. നോമ്പിന്റെ മുത്ത് കൊടുക്കാൻ മരിക്കാൻ വാങ്ങി കൊടുക്കാനില്ല. പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, മനസ്സമാധാനമുണ്ട്. ഇതാണോ ബർക്കത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജാതി ബർക്കത്ത് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. കൂമ്പാരങ്ങളുണ്ട്. മക്കൾ ജീവിതകാലത്തിന് തല്ലിപ്പൊടി, ഉപ്പാക്ക് അടി, ഉമ്മാക്ക് അടിയും പൊടിയും തന്നെയാണെങ്കിൽ അത് ബർക്കത്തിനെതിരാണ്. അപ്പൊ ബർക്കത്തിന്റെ മനസ്സിലാക്കാം. ബർക്കത്ത് ഉണ്ടാവാൻ എന്താ വേണ്ടത്? അല്ലാഹു നബിയിൽ കൽപ്പിച്ച പോലെ ചെയ്താൽ ബർക്കത്തുണ്ടാവും. അതെന്താ? ആദ്യം യാത്ര ചെയ്യുമ്പോൾ നല്ല ഒരാളോട് പോയി യാത്ര ചെയ്യാം. ഒരു തങ്ങച്ച സാറ് ചോദിക്കുന്നത് നല്ലതാണ്. ഒന്നും ലേശ ദിവസങ്ങൾ ചില ആളുകൾ ചില അനുഭവത്തിലുണ്ടല്ലോ. യാത്ര പോകാൻ തീരുമാനിച്ച മടവൂർ ഉസ്താദ് പറഞ്ഞ് നാളെ പോണ്ട, ടിക്കറ്റ് എടുത്തു പോയി. നീ മടവൂര് പറഞ്ഞതിന് വില നോക്കാക്കി. ആ ടീച്ചറെ യാത്ര ബന്ധാക്കി. പിറ്റേന്ന് യാത്ര ബന്ധാക്കി. ആ പോകേണ്ട പ്ലെയിൻ ബൈക്കും തീ പിടിച്ചു. ഇത് നമ്മൾ കാഴ്ചക്ക് കാണുന്നതാണ്. ചില തങ്ങന്മാര് പറയുന്നത് ബർക്കത്ത്. നാവിന് വിലയുള്ള ചില ആളുകളുണ്ട്. അത് തങ്ങളോ ഔലിയൊന്നും വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ സാലിഹീങ്ങളുണ്ട്. സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങന്മാരും സാലിഹീങ്ങളും ഇരുമുള്ളവരും അതുപോലെ നല്ല കുറ്റങ്ങൾ ചെയ്യാതെ നല്ല ശുദ്ധമായി ജീവിക്കുന്ന സാധാരണക്കാരൻ. അവരെ കൊണ്ട് നിർത്താം. മുസക്ക, ഞാൻ നാളെ പോകുന്നുണ്ട്, ദ്വാരക്കണം. 5 വക്തും ജമാഅത്തിന് പോകുന്ന എത്രയോ പാവങ്ങളില്ലേ? ദുഹാ നിസ്കരിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ എനിക്ക് എത്രയോ അറിയാം. നമസ്കാരം മാത്രമല്ല, ഒരൊറ്റ ദുഹാ കലാക്കാത്ത അങ്ങനത്തെ മൂസ ഡ്രൈവറെ കണ്ടിട്ട് പറയാം അസ്സലാമു അലൈക്കും, ഞാൻ ഒന്ന് പോന്നേ, ഞാൻ ദ്വാരക്കണേ. അപ്പൊ ദുഹാ കൊണ്ട് എത്രയോ നേട്ടങ്ങൾ അവരെ കൊണ്ട് കിട്ടാറുണ്ട്. ചില ആളുകൾ നാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കേസ് പേരെ സഹാബിനെ കൊണ്ടില്ല, കൈ മുറിക്കാൻ വിധിച്ചു. എന്തോ ഈ ശിക്ഷയിൽ മുറിക്കാൻ കിസാസിക്കാൻ വിധിച്ചപ്പോൾ അനസുമിന്നതൊരു എന്ന് പറഞ്ഞ സഹാബി വല്ലാഹി കൈ മുറിക്കൂല നബിയെന്ന്. യഥാർത്ഥ നബി എന്ന് പറഞ്ഞാൽ എതിര് പറഞ്ഞ കാഫിറാവും. പക്ഷെ അയാളെ വേദന കൊണ്ടങ്ങ് പറഞ്ഞു പോയത് എന്റെ മുമ്പ് മുറിക്കൂല എന്ന് പറഞ്ഞപ്പോ ആ ബന്ധുക്കളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു തോന്നുന്നത്, നബിയെ ആയിക്കോട്ടെ നബിയെ, ഞങ്ങൾ തൽക്കാലം അതിന് നഷ്ടപരിഹാരം കിട്ടിയാൽ മതി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹി ലൗ റബ്ബ അശ്യസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്ര മുടി പാറിപ്പറന്ന മുഷിഞ്ഞു നടക്കുന്ന എത്ര ആളുകളുണ്ട് ഈ ലോകത്ത്. മദ്ഫൂഇൻ ബിൽ അബ്വാബി, വാതിക്കുന്ന ആട്ടപ്പെടുന്നതാണ്. കല്യാണം നിശ്ചയിക്കുന്ന അവർ വിളിക്കില്ല, കമ്മിറ്റി യോഗത്തിന് വിളിക്കില്ല, പള്ളി ജമാഅത്തിന്റെ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുകയില്ല. ലോകത്തിൽ പോയ അഭിപ്രായം പറഞ്ഞാൽ വില കൊടുക്കില്ല. ഇങ്ങനത്തെ ചില വിലയില്ലാത്ത ആളുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിന്റെ മേൽ ധൈര്യപ്പെട്ടൊന്ന് സത്യം ചെയ്താൽ ആ സത്യം പൂർത്തിയാകും. ഇത് പറഞ്ഞില്ലേ, നബി കൈ മുറിക്കാൻ പറ്റിയപ്പം വല്ലാഹി ഞാൻ നടക്കൂല നബിയേ. മറ്റാൾ മനസ്സിൽ വാങ്ങിയില്ല. ഈ ഹദീസിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളെ പഴയ ആളുകൾ പോകുമ്പം ഒന്ന് തങ്ങളത്ത് പോയിട്ട്, തങ്ങളെ കല്യാച്ചാൻ പോയിട്ട് കല്യാച്ചാൻ ഞാൻ ഒന്ന് പൊന്തുവായിരിക്കണേ, അസ്സലാമു അലൈക്കും. കാരണം എന്നെപ്പോലത്തെ താമസിക്കുന്ന എല്ലാ ഒരാൾക്കാരെ പോലത്തെ സാധനത്തെ എന്നെപ്പോലത്തെവരായിരിക്കില്ല എല്ലാവരും. നല്ല നല്ല സാധ്യതകൾ എപ്പോഴും താഴ്ത്തി നമസ്കരിക്കുന്ന, എപ്പോഴും ദിക്ർ ചെയ്യുന്ന മുത്തക്കിങ്ങുണ്ട. ആയിക്കോട്ടെ വന്ന അല്ല ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹൈറായി വരും. അല്ല എല്ലാ ഹലാലായിട്ട് എല്ലാ ആപത്ത് നമ്മ കാക്കട്ടെ എന്നവരെ നാവ് കൊണ്ട് പറഞ്ഞു കിട്ടിയാൽ ആ നാവ് അല്ല തട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമുറിക്കാൻ വിധിച്ച കേസ് വല്ലാഹി നടക്കൂല എന്ന് പറഞ്ഞപ്പം അല്ലെങ്കിൽ പാലിച്ചു അത്ര കാര്യമായ ആളാണ്. അപ്പൊ അതുകൊണ്ട് നല്ലതാണ് ഏതൊരു വിഷയം. നല്ല വിഷയം തുടങ്ങുമ്പോൾ നമ്മളെക്കാൾ നല്ല സജ്ജനങ്ങളായ കൂട്ടത്തിൽ വ്യക്തമായി നമുക്ക് തോന്നാനാണോ നല്ല നല്ല സയ്യിദന്മാർ, നല്ല നല്ല സാന്നിധ്യങ്ങൾ ഒന്നുമില്ല നമ്മുടെ കുടുംബത്തിലുണ്ടാവും. നല്ല ദിക്ർ തസ്ബീഹ്. ടി വി നോക്കിക്കൊണ്ട് തസ്ബീഹ് കൈ പിടിക്കുന്ന ഉമ്മാമയല്ല കേട്ടാ. ടി വി കൈ പിടിച്ച് തസ്ബീഹ് കൈ പിടിച്ച് ഇങ്ങനെ ടി വിയിൽ സിനിമ നോക്കിക്കൊണ്ട് എന്താ പറയുന്ന ഉമ്മാമയല്ല. അതിന് വലിയ കാര്യമൊന്നുമില്ല. പഴയ ടി വി വാങ്ങി സിനിമ നോക്കാത്ത നല്ല ഉമ്മാമ്മമാരുണ്ടാവും, അവരെ കൊണ്ട് ഇത് വരപ്പിക്കാം. അപ്പൊ അങ്ങനെ യാത്രക്ക് മുമ്പായിട്ട് മുശാവറ ചെയ്യാം. പിന്നെ ഇസ്തിഖാറത്ത് നിസ്കാരം എന്നൊരു നിസ്കാരമുണ്ട്.
അതെപ്പോഴാണ് ഇസ്തിഹാറത്ത്? ഇസ്തിഹാറത്ത് ആദ്യമായി വിസയ്ക്ക് കൊടുക്കുമ്പോൾ. ഇസ്തിഹാറത്ത് നമ്മൾ ആദ്യം യാത്രയോട് ബന്ധപ്പെട്ട് വന്ന് നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്ത് പോയി പോകണമെന്നുണ്ട്. ഖത്തറിലൊരു ചങ്ങായി ഉണ്ട്, കുവൈത്തിൽ വേറെ ഉണ്ട്, രണ്ടാളും ദൈവത്തേക്കാണ് നല്ലത്. അതിന് ചെയ്യുന്ന നിസ്കാരമാണ് ഇസ്തിഹാറത്ത് നിസ്കാരം. 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നത്. നമുക്കൊരു വ്യാപാരം, നമുക്കൊരു വ്യാപാരം വേണം. 2-3 എല്ലാവരും പെട്ടെന്ന് 2-3 ആൾ ഒന്നായിട്ടാണ് കൊണ്ടുവന്നത്. കുട്ടുസാജിന്റെ മോനും ഉണ്ട് കുവൈന്ന് വന്നിട്ട്, ഫക്രാജിന്റെ മോൻ ദുബൈന്ന് വന്നിട്ടുണ്ട്, മമ്മദാജിന്റെ മോൻ ഖത്തറിന്ന് വന്നിട്ടുണ്ട്. ഏതാ നല്ലേ? അത് തിരിയാണ്ട ഒരു നിസ്കാരമാണ് ഇസ്തിഹാറത്ത് നിസ്കാരം. ഒരു വിഷയം ഹജ്ജിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഇക്കല്ല ഹജ്ജിന് അപേക്ഷ കൊടുക്കണോ വേണ്ടേ? ഹജ്ജ് ഹൈറായ ഹജ്ജ് ഷെറു ഹൈറു എന്താ ഇക്കല്ല എനിക്ക് പോക്ക് നല്ലതോ അല്ലേ? ഇങ്ങനെയുള്ള ഏതൊരു വിഷയം ദുബൈയിലേക്ക് പോകാൻ 6 മാസത്തെ അവധി ഉണ്ട്. 1.5 മാസമാണ്. നാളെ പോണോ വേണ്ടേ? തിരിയാൻ വേണ്ടി ഇസ്തിഹാറത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കാം. ഇസ്തിഹാറത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഫാത്തിഹ മുലിയായി ഒക്കെ രണ്ടാമത്തെ ഓതിയിട്ട് നിസ്കരിക്കാം. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഗീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക അല്ലദീ ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅന്ത അല്ലാമുൽ ഖുയൂബ്. ഇത്ര വലിയ ഗ്ലാസ്സിൽ ഏറ്റു കുടിക്കാൻ കയ്യും തേപ്പ് പിടിച്ചോ എന്നിട്ട് ഒരു സ്ഥാനം കൊണ്ട് പറയിപ്പിച്ചോ ചോർന്നാലോ പഠിച്ചിട്ട് ഇന്നെല്ലാം വളരെ ഉണ്ട്. ഇത് ഇലക്ട്രോണിക് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഹൈറായ കാര്യം എളുപ്പമായിട്ടുണ്ട്. ഇത്ര ദ്വാ പഠിച്ചോ, മൊബൈൽ പിടിക്കാം, ചോർക്കാൻ കേൾക്കാം, 10 സാധ വെച്ചാൽ ഇങ്ങനെ കേട്ടാ പഠിക്കാം. ഇന്ന് ഹിന്ദുക്കൾക്കെല്ലാം പാത്തിയാതില്ലേ? നമ്മുടെ മനസ്സിലൊക്കെ സ്പീക്കറാണ്. ഹിന്ദുക്കൾക്കെല്ലാം ഇത് വാങ്ങറിയാ, സ്പീക്കറിൽ വാങ്ങി. എന്നാ ഹിന്ദുക്കൾക്ക് പാത്തി അറിയാമെങ്കിലും മമ്മദായിക്കാരൻ്റെ മോനിക്ക് പാത്തി അറിയാത്ത മമ്മദ് വെച്ച് നമ്മുടെ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള വേദനാജനക കാര്യം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അപ്പൊ ആ ദിക്റൊന്ന് ചെല്ലിയിട്ട് വേർന്ന് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ ഉറക്കിൽ കിനാവ് കാണും. അല്ലെങ്കിൽ കുറച്ച് നമുക്ക് മനസ്സിൽ തോന്നും അത് വേണ്ടപ്പാ നിസ്കരിച്ചിട്ട് ഒന്നും തോന്നുന്നില്ല, എന്നാൽ 2-3 പ്രാവശ്യം ആവർത്തിക്കാം അവസരം. എന്നിട്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ അല്ലാഹി തവക്കലായിട്ട് അള്ളാഹു ഏതെങ്കിലും തോന്നുന്നു ചെയ്യാം. അതിൽ അല്ലാഹ് ഹൈർ തന്നെ ചെയ്യുന്ന. ഇത് പുതിയ ഏതാ മുലാപ്പള നല്ലത്, ഏടത്തേക്ക് വിസ കൊടുക്കലാണ് നല്ലത്, ഏത് വീട് അവർക്ക് നല്ലത്, ഒരു ഹൈറോ ഷെറോ എന്ന് തിരിയാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഹാറത്ത് നിസ്കാരം. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അത് തിരിയും മിക്കവാറും അങ്ങനെ 2-3 4 7 പ്രാവശ്യം വരെ ആവർത്തിക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചിട്ട് ആ ദ്വാ ചേച്ചി ഒന്നിട്ട് കഴിഞ്ഞ ദ്വാ മലയാളി ഇതാണ്. പഠിച്ചവനെ ആ മലയാളത്തിന്റെ ദ്വാർക്ക് പഠിച്ചവനെ ഞാൻ ഇന്ന കാര്യം ഉദ്ദേശിക്കുന്നു, അതിനുള്ള ഹൈറും ചെറു എനിക്കൊന്നും അറിയില്ല, എല്ലാം നീ അറിയുന്നവനാണ് റഹ്മാനെ. എന്റെ മകൾക്ക് ഇന്നോന്റെ മതിയാപ്പണ എനിക്ക് ഹൈറാണെങ്കിൽ പഠിച്ചവനെ അതിൽ ദുനിയാവിൽ വാഹത്തിൽ എപ്പോഴത്തേക്കും ഹൈറാണെങ്കിൽ അത് കൽപ്പിച്ചു തരണം, അത് ഷെറാണെങ്കിൽ എന്നെ തൊട്ട് ദൂരീകരിപ്പിച്ച് തരണം, അതിനേക്കാൾ ഹൈറും നിറമാക്കണം. അതാണ് ആ ദ്വാന്റെ അർത്ഥം. മലയാളത്തിൽ നിന്ന് ദ്വാരൊക്കെ പഠിച്ചവന് മലയാളം അറിയുമല്ലോ. പക്ഷേ ദ്വാരിക്കലുകളൊക്കെ ഹദീസിൽ വന്ന അറിവിൽ തന്നെ ചെയ്യുന്നതിനാണ് മഹത്വം. അങ്ങനെ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുക. ഹജ്ജിന്റെ പുറത്ത് ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, പിന്നെ അതൊക്കെ ചെയ്യാം. അങ്ങനെ യാത്ര വ്യാഴാഴ്ച കഴിവതും നല്ലത് യാത്ര. അങ്ങനെ വ്യാഴാഴ്ച അത് രാവിലെ ആവലാണ് ഏറ്റവും നല്ലത്. എല്ലാ വിഷയത്തിലും രാവിലെ ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, പഠിച്ചവനെ എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ. അപ്പൊ വീടെ കച്ചവടം, വീട് നേരത്തെ രാത്രി വേഗം അടക്കണം, രാവിലെ നോക്കാം ഏത് കടയും. അങ്ങനെ ഏതൊരു ജോലിയും രാവിലെ ചെയ്യുന്നത് ഖൈറുണ്ട്, ബർക്കത്തുണ്ട്. ഇനി ഹദീസിൽ പോലെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്താൽ മൂപ്പറാണ് തൊട്ട് മൂപ്പർ കച്ചവടക്കാരനാ. റസൂലിന്റെ ഈ ഹദീസിന് ചേർന്ന് എപ്പോഴും കച്ചവടത്തിന് സാധനം കയറ്റേക്കാൻ രാവിലെ ഇതിന്റെ സമ്പന്നനായി മാറിയ. പിന്നെ അയാൾ ഏതൊരു യാത്രക്കും അതിനോട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പഠിക്കൽ ഫർദ് കയ്യിലാണ്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഹജ്ജിനോട് സംബന്ധമായ വിഷയങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. കസ്റ് ജമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാം. എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആൾ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല നിസ്കാരം. ദുബായി പോകുമ്പോൾ, ബാംഗ്ലൂരിൽ പോകുമ്പോൾ, മൈസൂർ പോകുമ്പോൾ, എപ്പോൾ യാത്ര ഉണ്ട് 2 റക്അത്ത് നിസ്കാരം. എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ അത് ചെയ്യണം. ഇത് ഹജ്ജിന് പോകുന്ന ആളെ മാത്രമൊരു കടമയാണ്. ഒന്ന് പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാം. ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോകുമ്പോൾ, മദ്രാസിൽ പോകുമ്പോൾ, കോഴിക്കോട് പോകുമ്പോൾ യാത്ര ഉണ്ട് 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. പക്ഷേ സുബി ഉദിച്ചതിന് ശേഷം, സുബി നിസ്കരിച്ചതിന് ശേഷം ഉദിക്കുന്നവരെ പാടില്ല. അസ്ർ നിസ്കരിച്ചതിന് ശേഷം മഗ്രിബ് വരെ പാടില്ല. മറ്റുള്ള സത്യം ഏത് സമയത്ത് നിസ്കരിക്കാം. ആ 2 റക്അത്ത് യാത്ര ഉണ്ട് 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക.
സലാം വീട്ടിയതിനു ശേഷം ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു ഈലാഫി ഖുറൈശിൻ എന്ന സൂറത്തും ഓതുക. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. എന്നിട്ട് ഹദീസിൽ പറഞ്ഞത് നമുക്ക് അറബി അറിയില്ലെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും ചുരുക്കിച്ചോ നീട്ടിച്ചോ സന്ദർഭം പോലെ ദുആരക്കാം. നല്ലൊരു ദുആ അതിനും മറ്റുള്ള കാര്യങ്ങളിലും യാത്രകൾ ഒരുക്കിയിട്ട് അങ്ങനെ ഒരുങ്ങി യാത്ര പുറപ്പെടുന്ന അവസരത്തിൽ എല്ലാവരോടും അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക വ സബ്ബതക അല്ലാഹു തഖ്വ വ ഗഫറ റബ്ബക വ യസ്സറകൽ ഖൈറ ഹൈതു കുന്ത എന്ന ദുആ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് പറയൽ സുന്നത്താണ്. ഹജ്ജിനാണെങ്കിലും അല്ലെങ്കിലും. അതെല്ലാം കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് പറഞ്ഞെടുക്കാം. ഇത് ഏത് യാത്രക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലതാണ്. രാവിലെ വീട്ടിൽ നിന്ന് കട തുടങ്ങാൻ പോകുന്നു, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലതാണ്. ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ബിസ്മി അല്ലാത്ത കാര്യത്തിൽ ബർക്കത്തില്ല. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഉണ്ടായിട്ടും ബർക്കത്തില്ല എന്ന് പറയുന്നത് കാരണം ഈ വേണ്ടൊന്നും ചെയ്യില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. കടയിലേക്ക് പോകുക, ഇപ്പത്തെ നാട്ടിൽ തന്നെ കച്ചവടം. എന്റെ ഭാര്യയും പെണ്ണുങ്ങളും ഒറ്റയ്ക്കും ഒരു പെണ്ണും 2 കുട്ടിയും ഒറ്റക്ക പഠിച്ചോണേ ഉള്ളു. എല്ലാം നിന്നെ ഏൽപ്പിച്ച് പഠിച്ചോനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തെ കാല് വെച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുക. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.